ഒരു പൊതുസമൂഹത്തിന് ആലോചിച്ചാൽ അറിയുന്ന കാര്യമില്ല എത്ര കണ്ട് ഉത്തരവാദിത്വം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ മുമ്പ് കിഴക്ക് ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പല സമയത്തും തീപിടുത്തം ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഫയർഫോഴ്സ് ഓടി വരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനൊരു സുരക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ കമ്പനി നടത്തുന്നതിനൊന്നും ഞങ്ങൾ എതിർ നിൽക്കുന്നില്ല. കമ്പനി നടത്തുന്ന, പക്ഷേ ഞങ്ങൾ കമ്പനി നടത്തുന്ന ജനങ്ങളെക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്കൊരു സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ അവസരം ഉണ്ടാകാത്ത രീതിയിൽ കമ്പനി പ്രവർത്തിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ആ ഒരു രീതിയിൽ നിന്നൊക്കെ കമ്പനി മാറി കമ്പനി ഇവിടുത്തെ ജനങ്ങൾക്കും വ്യാപാരികൾക്കൊക്കെ തന്നെ വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്പനിയോട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ജനവാസ മേഖല ജനങ്ങളുടെ സുരക്ഷ കമ്പനി ഉറപ്പ് വരുത്തണം. 10-15 കൊല്ലമായിട്ട് പോകുമെന്ന് പറഞ്ഞ കമ്പനി ഇതുവരെ പോയിട്ടില്ല. ഇതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു 5 വർഷം മുമ്പ് ഈ പയ്യന്നൂരേക്ക് മാറിപ്പോകുമെന്ന് പറഞ്ഞിരുന്നു കമ്പനി. അതിന് ശേഷം വീണ്ടും കോടിക്കണക്കിന് ഉറുപ്പ്യ ഇവിടെ ചിലവ് ഇറക്കിയിട്ടാണ് കമ്പനി വേണ്ടതെന്ന് ഇതാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കമ്പനി പോകും എന്നുള്ളൊരു വിശ്വാസമൊന്നും സ്വാഭാവികമായിട്ട് നമ്മളൊരു കച്ചവടം ഞങ്ങളുടെ സംബന്ധിച്ചില്ല. കമ്പനി പോകുന്നില്ല. പക്ഷേ കമ്പനിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുടെയും വ്യാപാരികളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പ് വരുത്തിക്കൊണ്ട് കമ്പനി നല്ല നിലയിൽ വർക്ക് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോർച്ച പല സമയത്തായിട്ട് ഇവിടെ റീഫില്ലിങ് ചെയ്യുന്ന ഭാഗത്ത് നേരത്തെ ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. ഈ ഇത്ര വലിയ ചോർച്ച ഉണ്ടായിട്ടില്ല, ചെറിയ ചോർച്ച ഉണ്ടായത്. ഈ ചോർച്ച ഉണ്ടായ സമയത്ത് 5 മണിക്ക് തന്നെ ഞാനിവിടെ വന്ന് എലത്തൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത് പ്രശ്നം പരിഹരിച്ചു എന്നാണല്ലോ കമ്പനി പറഞ്ഞത് എന്ന് പറഞ്ഞ് അതൊരു അപ്പോഴും ഒരു ലാഘവത്തോടെയാണ് അത് കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് 5 മണി സമയത്ത് ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നം പിന്നീടാണ് ഇത് ഇത്രയും ഒഴുകിയോ ഒന്നായിട്ട് വരുന്ന ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കമ്പനിയുടെ ഭാഗത്ത് കമ്പനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ലെങ്കിലും കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് കമ്പനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാവണം. അതുണ്ടാവാത്തതിൻ്റെ പേരിലാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ കച്ചവടക്കാർക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഓടി വന്നിരിക്കുന്നത്. അവരുടെ കച്ചവടങ്ങൾക്ക് അവിടെ നിർത്തിയിട്ടാണ് അവരിവിടെ ഓടി വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അവരൊരു ജീവിത പ്രശ്നമാണെന്നുള്ളൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ള നിലക്കാണ് അവരോട് ഓടിയുടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വിളിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്.